നമസ്കാരം. കണ്ടെയ്നർ ടെക്നോളജി എന്താണ്? ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ തുടർന്ന് കാണുക. ഞാൻ ഒരു ഡെവലപ്പർ, ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നു. ഞാൻ ഈ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആവുമ്പോൾ ഞാനിതെന്ത് ചെയ്യും? എൻ്റെ റിമോട്ട് സെർവർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്യും. പക്ഷേ ഇവിടെ ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ വർക്കാവണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് ഫെയിലായിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടായിരിക്കും? എൻ്റെ ലോക്കൽ സിസ്റ്റത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സെർവറിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വേറെ ആയതുകൊണ്ട് ചിലപ്പോൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ഇംപ്ലിമെൻറ്റേഷൻ വേറെ ആയിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൻ്റെ റൺ ടൈമും സെർവറിലിരിക്കുന്ന റൺ ടൈമും വേറെ ആവാം. ചിലപ്പോൾ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിലത്തെ റൺ ടൈം വളരെ പുതിയതാവാം, ആൻഡ് എൻ്റെ ആപ്ലിക്കേഷൻ ഈ പുതിയ റൺ ടൈമിൻ്റെ ബേസിസിലാണ് ബിൽഡ് ആയിരിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ അത് ആ പഴയ റൺ ടൈം ഉള്ള സെർവറിൽ റൺ ആവണം എന്നില്ല. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെറും ആപ്ലിക്കേഷൻ മാത്രം ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ലോക്കൽ സിസ്റ്റവും സെർവറിലുള്ള റൺ ടൈം മാച്ച് ചെയ്യണം. രണ്ടിലും ഒരേ റൺ ടൈം ആയിരിക്കണം. അതുപോലെ തന്നെ ലോക്കൽ സിസ്റ്റത്തിലും സെർവറിലുള്ള ലൈബ്രറി ഇംപ്ലിമെൻറ്റേഷൻസും സെയിം ആയിരിക്കണം. എന്നാലേ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലും സെർവറിലും ഒരേപോലെ വർക്ക് ചെയ്യുള്ളൂ. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് പല കമ്പോണൻസ് ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, വല്ല ഡേറ്റാബേസ് ഉണ്ടാവും, റൺ ടൈം ഉണ്ടാവും, കൺഫിഗറേഷൻ ഉണ്ടാവും, ലൈബ്രറീസ് ഉണ്ടാവും. ഇങ്ങനെ പല പാക്കേജസും കൂടി ഇൻവോൾവ് ചെയ്യണതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതിനെല്ലാം കൂടി പാക്കേജ് ചെയ്ത് എല്ലാ സിസ്റ്റത്തിലും ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതും ഇന്നത്തെ ക്ലൗഡ് വേൾഡിൽ പലതരം ആപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെ കൺഫിഗറേഷനും എൻവയോൺമെൻറ്റും വേറെ വേറെയാണ്. എല്ലാത്തിനെയും കൺഫിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. സോ ഇതിന് ഒരു എഫിഷ്യൻറ്റ് മെക്കാനിസം വേണം. എല്ലാ കമ്പോണൻസും ആപ്ലിക്കേഷൻ്റെ ഒരുമിച്ച് പാക്കേജ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണ കാര്യം. അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മളിങ്ങനെ പാക്കേജ് ചെയ്യാനാണ് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ കണ്ടെയ്നർ ടെക്നോളജീനെ യൂസ് ചെയ്യണം. ഈ കണ്ടെയ്നർ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനും അതിൻ്റെ ലൈബ്രറീസും എല്ലാ ഡിപ്പെൻഡൻസീസിനെയും പാക്കേജ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാം, ഡിപ്ലോയ് ചെയ്യാം. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ, ഇന്നത്തെ ഒരു കോമൺ കൾച്ചറാണ് ഈ ബാക്ക് പാക്കർ കൾച്ചർ അല്ലെങ്കിൽ സോളോ ട്രാവലർ എന്ന് പറയുന്നത്. ഇവരെ കാണുവാണെങ്കിൽ എങ്ങനെയാണ്? എല്ലാവരുടെയും കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ടാവും. ഈ ബാഗിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ട ടോർച്ച്, ടെൻറ്റ്, വാട്ടർ ബോട്ടിൽ, ഫുഡ്, എന്ത് സാധനവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് അവർക്ക് താമസിക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. അതുപോലെയാണ് നമ്മുടെ ഈ കണ്ടെയ്നർ കൺസെപ്റ്റ്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എല്ലാ റൺ ടൈം ഡിപ്പെൻഡൻസീസ് ആപ്ലിക്കേഷൻ്റെ എല്ലാം കൂടി പാക്കേജ് നമ്മൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വയ്ക്കും. ഈ ബോക്സിനെയാണ് നമ്മൾ പറയണത് ഇമേജ്. നമ്മൾ ഈ പാക്കേജ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയണത്. അപ്പം നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക? ഒരു കണ്ടെയ്നറൈസേഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഡോക്കർ. ഒരു പക്ഷേ പലയിടത്തും ഡോക്കറും കണ്ടെയ്നറും ചേഞ്ച് ചെയ്ത് പറയണത് കേൾക്കാം. സോ ഡോക്കർ മാത്രമല്ല ഒരു കണ്ടെയ്നറൈസേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത്. അവരെ പോലെ വേറെയുണ്ട്, പല പ്രോജക്ട്സും ഉണ്ട് ഈ കണ്ടെയ്നറൈസേഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡോക്കർ വെച്ചിട്ടൊരു കണ്ടെയ്നർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ പോഡ്മാനിൽ റൺ ചെയ്യും. അതുപോലെ തന്നെ ക്രയോയിൽ ഉണ്ടാക്കിയൊരു കണ്ടെയ്നർ നമുക്ക് ഡോക്കറിലും റൺ ചെയ്യും. ഇതെന്തുകൊണ്ടാച്ചാൽ ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കോമൺ ഇനീഷ്യേറ്റീവാണ് ഓപ്പൺ കണ്ടെയ്നർ ഇനീഷ്യേറ്റീവ്. ദാറ്റ് മീൻസ് എല്ലാ കണ്ടെയ്നർ പ്ലാറ്റ്ഫോംസും ഈ ഓപ്പൺ കണ്ടെയ്നർ ഇനീഷ്യേറ്റീവിൻ്റെ ബേസിസിലാണ് കണ്ടെയ്നേഴ്സിനെ ബിൽഡ് ചെയ്യണം. ഇതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടെയ്നേഴ്സിനെ ചിലപ്പോൾ OCI കണ്ടെയ്നേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ OCI ഇമേജ് അല്ലെങ്കിൽ OCI കണ്ടെയ്നർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഷെയർ ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്യാൻ എന്ത് ചെയ്യും? നമുക്ക് ഒരു റെപ്പോസിറ്ററി വേണം. ഈ റെപ്പോസിറ്ററിനെയാണ് നമ്മൾ കണ്ടെയ്നർ രജിസ്ട്രി പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. കണ്ടെയ്നർ രജിസ്ട്രീസ് പ്രൈവറ്റ് ആവാം, പബ്ലിക് ആവാം. പ്രൈവറ്റ് രജിസ്ട്രീസ് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യണതാണ്. ഓത്തറൈസ്ഡ് യൂസേഴ്സിന് മാത്രമേ ഈ പ്രൈവറ്റ് രജിസ്ട്രി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്കർ ഒരു പോപ്പുലർ പബ്ലിക് രജിസ്ട്രിയാണ്. ഇവിടുന്ന് നമ്മുടെ മോസ്റ്റ് കോമൺ പ്രൊജക്ട്സായ
MySQL, Node.js, പൈത്തൺ എക്സെട്ര ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ കണ്ടെയ്നേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? വളരെ എഫക്റ്റീവായിട്ട് പാക്കേജ് ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷനും ലൈബ്രറീസിനെല്ലാം കൂടി വളരെ ഈസി ആയിട്ട് പാക്കേജ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഉള്ളൊരു മെക്കാനിസമാണ്. വളരെ എഫിഷ്യൻ്റ് ആണ് ഡെവലപ്മെൻറ്റിന്. ഈ ഒരു പാക്കേജിന് എവിടെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ഓൾസോ ഇതെല്ലാം ഒരു ഇമേജിൽ പാക്കേജ് ചെയ്തുകൊണ്ട് വളരെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഡിപ്ലോയ്മെൻറ്റ് വളരെ ഈസിയാണ് എന്ന് മാത്രമല്ല, ഇത് ഷെയർ ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം നമ്മൾ ഈ ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും റെപ്പോസിറ്ററി അല്ലെങ്കിൽ രജിസ്ട്രിയിലാണ് അപ്ലോഡ് ചെയ്യുക. അനുവാദമുള്ള ആർക്കും അത് ആക്സസ് ചെയ്യാം. സോ അത് ഷെയർ ചെയ്യാൻ വളരെ ഈസിയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഇമേജസ് ബിൽഡ് ചെയ്യണത് ഈ ഓപ്പൺ കണ്ടെയ്നർ ഇനീഷ്യേറ്റീവിൻ്റെ ബേസിസിലാണ്. സോ ഇത് വളരെ പോർട്ടബിളാണ്. ഏതൊരു സിസ്റ്റത്തിലും ഒരു കണ്ടെയ്നർ എൻജിൻ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ റൺ ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ OCI ഇമേജ് അതിനകത്ത് റൺ ആവും. ഫൈനലി റീയൂസബിൾ ആണ്. നമ്മൾ ഈ ഉണ്ടാക്കിയ ഇമേജ് രജിസ്ട്രിയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ അവർക്ക് റീയൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജാവയുടെ ഒരു ഇമേജാണ് ഡൗൺലോഡ് ചെയ്യണത്. നമുക്ക് നമ്മുടെ ജാവ ആപ്ലിക്കേഷൻ ഈ ജാവ റൺ ടൈമിൻ്റെ ഇമേജിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഇമേജ് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് കണ്ടെയ്നേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.